സജീഷ്, ഇത് ദേശീയ രാഷ്ട്രത്തിൽ എന്തെങ്കിലും കാര്യമായ ഒരു ചലനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കെജ്രിവാളിന്റെ വരും. കേൾക്കാമോ? കേൾക്കാം പറഞ്ഞു. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം സജീഷ്, പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിനപ്പുറത്തേക്ക് ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. സന്ദീപ് വാര്യർ പറഞ്ഞത് രാജ്യത്ത് മമതാ ബാനർജി ഉൾപ്പെടെയുള്ള ആളുകൾ അഴിമതി നടത്തുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ വേറെ വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നു എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെയല്ല. അഴിമതി നടത്തുന്നതിനെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായി ബംഗാളിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നല്ലോ ശാരദാ ചിറ്റ്സ് കേസ്. ശാരദാ ചിറ്റ്സ് കേസുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് BJP സ്വീകരിച്ചത്? അവിടെ സുവേന്ദു അധികാരി എന്ന് പറയുന്ന ആളെ BJPയിൽ ചേർന്നതിൻ്റെ ഭാഗമായി നിങ്ങൾ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു. അതുപോലെ തന്നെ ഹേമന്ത് വിശ്വ ശർമ്മ, നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കല്ലേ അദ്ദേഹത്തെ എത്തിച്ചത്? ഈ പറഞ്ഞ ശാരദാ ചിറ്റ്സ് കേസുമായി ബന്ധപ്പെട്ട് നിന്നയാളല്ലേ? പിന്നെ ഏതെല്ലാം ഞാൻ എണ്ണി പറയാൻ സമയമുണ്ടോ എന്നറിയില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകാം. ആദർശ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന മഹാരാഷ്ട്രയിലെ അശോക് ചവാൻ CBI അന്വേഷണം നേരിട്ട ആളാണ്. BJPയിലേക്ക് വന്നപ്പോൾ അന്വേഷണവുമില്ല, CBIയും ഇല്ല. ഗോവയിൽ ദിഗംബർ കാമത്ത്, അദ്ദേഹം ജലവിതരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം നേരിട്ട ആളാണ്. BJPയിലേക്ക് വന്നപ്പോൾ അന്വേഷണവുമില്ല, ഒന്നുമില്ല. CBI ആ വഴി വിട്ടുപോയി. ഇപ്പോൾ നിങ്ങളുടെ നേതാവായി മാറി അവിടുത്തെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ NCPയിലെ അജിത് പവാറിൻ്റെ സ്വത്തുൾപ്പെടെ കണ്ടുകെട്ടിയതാണ്. ED അന്വേഷണം ഉണ്ടായതാണ്. സഹകരണ ബാങ്ക് കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിൻ്റെ പേരൊഴിവാക്കി. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ചഗൻ, അദ്ദേഹത്തിൻ്റെ ED കേസും ഇതേപോലെ തന്നെയായി. മുൻ മുഖ്യമന്ത്രിയായിരുന്ന നാരായൺ റാണെ BJPയിലേക്ക് വന്നു. കള്ളപ്പണ കേസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു, എല്ലാം തേച്ചു മാച്ചു കളഞ്ഞു. പ്രഫുൽ കൃഷ്ണ BJPയിലേക്ക് വന്നു. കള്ളപ്പണത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ സ്വത്തുൾപ്പെടെ ED കണ്ടുകെട്ടിയതായിരുന്നു. ഇപ്പോൾ അത് കാണാനേ ഇല്ല, കേസ് എവിടെയുമില്ല. ശിവസേനയുടെ ഭാഗമായി ഭാവന ഗാവലി കള്ളപ്പണത്തിൻ്റെ പേരിൽ ED കേസ് ഉണ്ടായിരുന്നു, കേസുമില്ല, ഒന്നുമില്ല. അദ്ദേഹം BJPയിലേക്ക് വന്നു. അമരേന്ദ്ര സിംഗ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു പഞ്ചാബിൽ. അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധിയായ കേസുകൾ ഇതുപോലെ ഉണ്ടായിരുന്നു. കേസെല്ലാം അവസാനിപ്പിച്ച് ED പോയ വഴി ഏത് എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ ഇപ്പോഴത്തെ BJPയുടെ മുഖ്യമന്ത്രി നേരത്തെ കോൺഗ്രസ് ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധി കേസുകൾ ഉണ്ടായിരുന്നു. ഒരു കേസും ഇപ്പോൾ എവിടെയും കാണാനില്ല. മാത്രവുമല്ല, നിങ്ങൾ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസ് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിനു കൂടി BJP മറുപടി പറയേണ്ടതുണ്ട്. ഒന്ന്, ഈ കേസിനകത്ത് മാപ്പ് സാക്ഷിയായ ഒരു വ്യക്തിയുണ്ടല്ലോ. ആ മാപ്പ് സാക്ഷിയായ ആൾ 34 കോടി രൂപയാണ് BJPക്ക് ഇലക്ഷൻ ബോണ്ടായി നൽകിയത്. അത് ശരത് ഷെഡ്ഡി എന്ന് പറയുന്ന അരവിന്ദ ഫാർമയുടെ MD ആയി പ്രവർത്തിച്ച വ്യക്തി. BJPക്ക് ഇലക്ഷൻ ഫണ്ടായി കൊടുത്തു. അല്ല, ഇതിപ്പോ സാക്ഷിയാക്കി മറ്റുള്ള ആളുകളെ പ്രതിയാക്കുന്നത്. ഇത്തരം ഒരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. എനിക്ക് ശബ്ദത്തിന്റെ ഒരു പ്രയാസം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങ് ഇങ്ങോട്ടുള്ളത് ഞാൻ ശരിക്കും രാജു പി നായർ പൂർത്തീകരിച്ചോട്ടെ. രാജു പി നായർ പറയും. അല്ല, ഞാൻ ഒന്ന് രണ്ട് വാചകം കൂടി പറയണമെന്നുണ്ട്. നോക്കൂ, എന്താ ഇവിടെ അല്ല, ഒറ്റ വാചകം അല്ല, ഒറ്റ വാചകത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പറഞ്ഞോളൂ. ഞാൻ കേൾക്കുന്നില്ല, അതാണ്. പറഞ്ഞോളൂ. അതായത് ഇത്രയാണ് BJP 6065 കോടി രൂപ ഇലക്ഷൻ ബോണ്ടിലൂടെ സ്വരൂപിച്ചത് രാജ്യത്ത് അഴിമതിക്ക് കുട പിടിച്ചുകൊണ്ടാണ്. മുഴുവൻ ലിസ്റ്റും പറയാൻ സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട കേസിലെ